ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹത്തിന്റെ ഫലമായി മുതിർന്ന നേതാവ് ഇപ്പോൾ ആം ആദ്മി വിട്ട് ബിജെപിയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആം ആദ്മിയുടെ എംപി ആയ രാഘവ് ചന്ദയെ രാജ്യസഭയിലെ പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും ഇന്നലെ നീക്കിയിരുന്നു. ആപ്പിന്റെ രാഷ്ട്രീയ ശൈലിയിൽ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയ നേതാവാണ് ചന്ദ. അതായത് ഒരു എം പി എന്ന നിലയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളാണ് രാഘവ് ചന്ദ പാർലമെന്റിലടക്കം ചെയ്തത്. അതായത് ജനങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം മനസ്സിലാക്കി സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം വ്യക്തമായി തന്നെ പഠിച്ചുകൊണ്ട് പാർലമെന്റിൽ അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. നേരത്തെ ഈ ടെലികോം കമ്പനികൾ ജനങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ശാശ്വതമായ ഒരു ഇടപെടലാണ് വലിയ രീതിയിലുള്ള ഒരു പരിഹാരത്തിന് വഴിവെച്ചത്. അതിനുശേഷം ഈ കടകളിലൊക്കെ കിട്ടുന്ന ഈ 10 രൂപയുടെയും 50 രൂപയുടെയും ഒക്കെ ഡ്രിങ്ക്സുകൾ അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ എസൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് കമ്പനികൾ അതിൽ പരസ്യം നൽകിയത്. പക്ഷേ അതിൻ്റെ ആ കുപ്പിയുടെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മുഴുവനും ഷുഗറാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പഞ്ചസാര ലായനിയിൽ കലക്കിയ ഒരു ഡ്രിങ്ക്സിന്റെ കളറാണ് വിപണികളിലെത്തുന്നത്. അത് വലിയ രീതിയിൽ കുട്ടികളെയൊക്കെ വഞ്ചിക്കുന്നതാണ്. അതിനെക്കാട്ടുപരി അതൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്ന ഒന്നാണ് എന്നുള്ള അദ്ദേഹം തന്നെ അത് പാർലമെന്റിൽ തുറന്നു പറഞ്ഞു. അതിനെതിരെ ഒരു നടപടി വേണമെന്ന് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു എം പി എന്ന നിലയിൽ പൊതു മധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പാർലമെന്റിൽ ശബ്ദമുയർത്തുമ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയെ വലിയ രീതിയിൽ ഒരു വേട്ടയാടുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ചില കമ്പനികളുമായിട്ട് ആം ആദ്മിയുടെ നേതാക്കൾക്ക് ബന്ധമുണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം ഈ രാഘവ് ചന്ദയെ അവിടെ നിന്ന് മാറ്റിയതും പാർലമെന്റിൽ രാഘവ് ചന്ദ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കരുത് എന്നൊരു നിലയിലേക്ക് ആം ആദ്മി എത്തിച്ചേർന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിക്കുന്നത് ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കടക്കം വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങളടക്കം ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയ ഇടപെടലോടെയാണ്. ഡെപ്യൂട്ടി ലീഡർ പദവിയിൽ നിന്നും ചന്ദയെ നീക്കിയ നടപടിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വാക്പോരാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാജ്യസഭയിലെ ചുമതലയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയോട് ചോദ്യങ്ങളുമായി രാഘവ് ചന്ദ രംഗത്തെത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് രാഘവ് ചന്ദയുടെ പ്രതികരണം. നിശബ്ദമാക്കാമെന്നാൽ തോൽപ്പിക്കാൻ ആകില്ല എന്നാണ് ചന്ദയുടെ നിലപാട്. പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഉയർത്തിക്കാട്ടാനാണ് ഞാൻ ശ്രമിച്ചത്. ആരും ഉയർത്താൻ മടിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് കുറ്റമാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തന്നെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കരുതെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിനോട് ആവശ്യപ്പെട്ടെന്നും ചന്ദ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാതെ സമൂസയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്ററി സമയം പാഴാക്കിയെന്നാണ് ആം ആദ്മി തിരിച്ചടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ രാഘവ് ചന്ദ എം പി ഭയപ്പെടുന്നുവെന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സമൂസയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്ററി സമയം പാഴാക്കിയെന്നും ആം ആദ്മി പാർട്ടി ദേശീയ മാധ്യമം മേധാവി അനുരാഗ് ധണ്ട കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലമായി നിങ്ങൾക്ക് ഭയമാണ് മോദിക്കെതിരെ സംസാരിക്കാൻ. നിങ്ങൾക്ക് കഴിയുന്നില്ല. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെന്നും ആം ആദ്മി ദേശീയ മാധ്യമ മേധാവി അനുരാഗ് ധണ്ട കുറ്റപ്പെടുത്തി. ആം ആദ്മിയിലെ ഭിന്നതയുടെ സൂചനയാണ് പുറത്തു വരുന്നത്. ഇന്നലെയാണ് നാടകീയമായ രംഗങ്ങൾക്ക് ശേഷം ആം ആദ്മി ചന്ദയെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും നീക്കിയത്. പകരം അശോക് മിത്തലിനെ പുതിയ ഡെപ്യൂട്ടി ലീഡറായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് ആം ആദ്മി കത്ത് നൽകിയിരുന്നു. പാർട്ടി ചന്ദയെ ഒറ്റപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ നിർണായകമായ നീക്കമുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച രാഘവ് ചന്ദയെ ഒഴിവാക്കിയിരുന്നു. 2023 മുതൽ രാജ്യസഭയിൽ ആം ആദ്മി ഡെപ്യൂട്ടി ലീഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള എം പിയാണ് പുതിയ ഉപനേതാവായി നിയോഗിക്കപ്പെട്ട അശോക് മിത്തൽ. 37കാരനായ രാഘവ് ചന്ദ പാർട്ടി പരിപാടികളിൽ നിന്നും ഏതാനും കാലങ്ങളായി വിട്ടുനിൽക്കുകയായിരുന്നു. പുതിയ നടപടിയോടെ ചന്ദ എം പി വിട്ടേക്കുമെന്ന അഭ്യൂഹവും ശക്തമായിട്ടുണ്ട്. ആം ആദ്മിയുടെ നേതൃത്വവും അതായത് ആം ആദ്മി പാർട്ടിയും നേതൃത്വം ഉൾപ്പെടുന്ന പ്രധാന സംഭവ വികാസങ്ങളിൽ രാഘവ് തുടർച്ചയായി മൗനം പാലിച്ചു വരികയായിരുന്നു. BJPക്കെതിരെ കെജ്രിവാൾ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട ജന്തർ മന്ദിറിൽ ആം ആദ്മി സംഘടിപ്പിച്ച ജൻസഭയിലും രാഘവ് പങ്കെടുത്തില്ല. മദ്യനയ അഴിമതി കേസിൽ ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയവരെ കോടതി കുറ്റവിമുക്തമാക്കിയ സംഭവത്തിൽ രാഘവ് ചന്ദ പരസ്യമായി ഒരു പ്രതികരണം പോലും നടത്തിയില്ല എന്നാണ്
കെജ്രിവാൾ പറയുന്നത്. പാർട്ടി നേതാക്കളെ മോചിപ്പിച്ചതിൽ അനുകൂലമായി രാഘവ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പോലും ഇട്ടിരുന്നില്ല എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്.